ഭീകരമാണ് വിഷയം. പ്രണയമാണ്. പ്രണയത്തിൻ്റെ ഋതുഭേദങ്ങൾ. ഇൻസ്റ്റാഗ്രാമിൽ ഈയിടെയായിട്ട് ഒരു കോട്ട് കാണാനിടയായി. ടീച്ച് ദം ഹൗ ടു ലവ് യു. നിങ്ങളെ എങ്ങനെ പ്രണയിക്കണമെന്ന് അവരെ പഠിപ്പിക്കൂ. കെ ആർ മീരയുടെ പുസ്തകങ്ങളിൽ എപ്പോഴും പ്രണയിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അൺസാറ്റിസ്ഫൈഡ് ആണ് എന്ന് തോന്നാറുണ്ട്. അതായത് അല്ലെങ്കിൽ അതെന്താണെന്നറിയാമൽ, എന്നെ ആരും പ്രണയിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ എൻ്റെ ചോദ്യം കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് ആഗ്രഹിക്കുന്ന രീതിയിലല്ല പ്രണയിക്കപ്പെടുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏത് കഥാപാത്രമാണെങ്കിലും അത്തരത്തിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രണയത്തെക്കുറിച്ച് ഇതുവരെ ഒരു പുസ്തകത്തിലും പറയാത്തത്? ഒന്നാമത്, ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ എങ്ങനെ പ്രണയിക്കണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ പുരുഷന്മാരായിരുന്നു. നമ്മൾ അവരുടെ പുസ്തകങ്ങളും അവരുടെ സിനിമകളും ഡയലോഗുകളും ഒക്കെ കണ്ട് ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ നസീറിയേട്ടനും മധുചേട്ടനും ഒക്കെ പലതര സമയത്ത് സ്ത്രീകളോട് പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കണം പ്രണയിക്കപ്പെടുന്നത് എന്നൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ പ്രണയിച്ച് തുടങ്ങിയപ്പോഴാണ് ഈ പ്രണയം എന്ന് പറഞ്ഞത് ഇവരാരും മനസ്സിലാക്കിയിട്ടില്ലല്ലോ, ഇങ്ങനെയൊന്നും അല്ലല്ലോ പ്രണയിക്കപ്പെടേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു സംതൃപ്തി ഇല്ലായ്മ എന്ന് തോന്നുന്ന അവസ്ഥ അതിൽ വന്നത്. പക്ഷേ സത്യത്തിൽ എനിക്ക് കുറച്ചുകൂടെ പ്രായം ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ പുരുഷന്മാരെ നമ്മൾ പ്രണയിക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. കുട്ടിക്കാലം മുതലേ അവരെ ഭരിക്കാനാണ് പഠിപ്പിക്കുന്നത്. കമ്പാനിയൻഷിപ്പ് എന്താണ്, ഒരു സൗഹൃദം എന്താണ്, ഒരാൾ മറ്റൊരാളുടെ കൂടെ യാത്ര പോകുമ്പോൾ ആ യാത്ര ആസ്വദിക്കുന്നതിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും അവരെ ആരും പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഞാൻ ഈ വഴി പോവും, നീ എൻ്റെ പുറകെ വാ എന്ന് പഠിപ്പിക്കാനാണ് ആ ജനറേഷൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ആഹ്ലാദം കിട്ടുന്നത് വരെയും സ്ത്രീകൾ പ്രണയം തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം നമസ്കാരം. എനിക്ക് തോന്നുന്നു ഇപ്പം മീരേച്ചി പറഞ്ഞത് സ്ത്രീകൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞതല്ലോ. എനിക്ക് തോന്നുന്നു നമ്മൾ സ്ത്രീകൾ ഒന്നിച്ചല്ല, രണ്ടുപേരൊന്നിച്ച് യാത്ര ചെയ്യുന്നത്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും, സ്ത്രീയും പുരുഷനുമാണെങ്കിലും, സ്ത്രീയും അല്ലെങ്കിൽ പുരുഷനും ട്രാൻസ്ജെൻഡർ വ്യക്തിയുമായാലും ഒന്നിച്ച് യാത്ര ചെയ്യുക എന്നത് യാത്രയുടെ ആനന്ദം നമ്മൾ അറിയുന്നതിൻ്റെ ഒരു സംഗതിയാണ്. അല്ലാതെ ഒരാൾ മറ്റൊരാളെ സദാ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയും സദാ വിധിക്കുകയും സദാ തിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാത്ര നമ്മൾ മറന്നുപോകും. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു നമ്മൾ പറയുമ്പം അവിടെയുള്ള ആ ഒരു ഇക്വാലിറ്റീനെ പറ്റി നമ്മൾ സംസാരിക്കുമല്ലോ. നമ്മളെപ്പോഴും പ്രേമം, ലവ് എന്നൊക്കെ പറയുമ്പം നമ്മളൊരു സ്ത്രീ പുരുഷ ബന്ധമായി മാത്രമാണ് എപ്പോഴും അതിനെപ്പറ്റി പറയുന്നത്. പക്ഷെ എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ബുക്കും സൂര്യനെ അണിഞ്ഞ സ്ത്രീ, അതിലെ ജെസബൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ആ ജെസബൽ എന്നുള്ള ക്യാരക്ടർ ആ ഒരു ബൈനറിനെ ഒക്കെ ബ്രേക്ക് ചെയ്ത്, അതായത് സ്നേഹത്തിന് ആ ഒരു പവർ ഉണ്ട്. ശരിക്കും അതാണ് ജെസബൽ നമ്മളെ കാണിച്ചു തരുന്നത്. അത് തന്നെയാണ് സ്നേഹം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതും. സ്നേഹം എന്ന് പറയുന്നത് ആ ഒരു രണ്ട് ബൈനറികളിലോ അല്ലെങ്കിൽ ഒരു ഡോമിനേഷനിലോ അബ്യൂസിലോ ടോക്സിസിറ്റിയിലോ നമുക്ക് കാണാനാവില്ല. അപ്പം ജെസബൽ പക്ഷെ അതൊക്കെ ബ്രേക്ക് ചെയ്ത് അദ്വൈത് എന്ന് പറഞ്ഞ ഒരാളില് ഒരു സുഹൃത്തും ഒക്കെ അദ്വൈതിൽ കണ്ടെത്തുമ്പോൾ ശരിക്കും അത്രയും ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അത്രയും ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ജെസബലിൽ എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? അല്ല, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതാണ്. നമ്മളിപ്പോൾ ഒരു യഥാർത്ഥത്തിലുള്ളൊരു പ്രണയം, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള പ്രണയം എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ സങ്കല്പത്തിലുള്ളൊരു പ്രണയം എല്ലാത്തരം കെട്ടുപാടുകളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നതിനെയാണ്, നമ്മുടെ റൂഹിനെ മോചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രണയം എന്ന് പറയുന്നത്. അതൊരിക്കൽ പറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ, പറന്നുയർന്നു തുടർന്നു കഴിഞ്ഞാൽ ഒരാളിൻ്റെ ചിറകുകൾ മുറിച്ചു മാറ്റുന്നതോ ആ ആളിനെ കൂട്ടിലടയ്ക്കുന്നതോ അല്ല അതിൻ്റെ പ്രകടനം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്.
ഞാൻ ഒക്കെ കുട്ടിയായിരുന്നപ്പോൾ, അത് കൗമാരത്തിലൊക്കെ നമുക്ക് പ്രേമിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ പ്രേമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു റിസ്ക്കും അത് വലിയൊരു എന്താണ് പറയേണ്ടത്, ശിക്ഷാർഹമായ അക്ഷന്തവ്യമായൊരു കുറ്റവുമായിരുന്നു. ഇന്ന് പോലും എൻ്റെ കുടുംബത്തിലെ പല അംഗങ്ങളും ഈ 21ാം നൂറ്റാണ്ടിലും അവരുടെ കുട്ടികൾ പ്രേമിച്ചതിനെ പറ്റി അവർ അനുഭവിക്കുന്ന വ്യഥ, അവരുടെ ജീവിതം തന്നെ നശിച്ചു പോയി എന്ന മട്ടിൽ അനുഭവിക്കുന്നതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഇത് ഒരു പാരലൽ യൂണിവേഴ്സായിട്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നല്ലോ എന്നുള്ളൊരു അത്ഭുതം തോന്നും. കാരണം നിങ്ങളുടെ തലമുറയിലെ എത്രയോ പേർ എത്രയോ ലിബറേറ്റഡ് ആയിട്ട് ജീവിക്കുന്നു. മറ്റൊരാളെയും ഒന്നും ബോധിപ്പിക്കാനില്ലാതെ, ഒട്ടും അപ്പോളജറ്റിക് അല്ലാതെ ജീവിക്കുന്ന ഒരു ജനറേഷൻ ഇപ്പുറത്തുള്ളപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു കൂടിനകത്ത് എൻ്റെ മക്കൾ എന്നെ പോലെ അടിമയായില്ലല്ലോ, അടിമത്തം അനുഭവിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് വ്യാകുലപ്പെട്ട് ജീവിതം നീറി തീരുന്ന രക്ഷകർത്താക്കളെ നമ്മൾ കാണുന്നു. അവരെ അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണുന്നു. അത് വളരെ വിചിത്രമാണ്. അപ്പോൾ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എഴുതുമ്പോൾ എൻ്റെ മുമ്പിലുള്ള ഒരു വലിയ ചോദ്യചിഹ്നം തന്നെ അതായിരുന്നു. എന്താണ് ഇതിൽ ജസബൽ സഞ്ചരിക്കേണ്ട പാത? ആ ജസബലിൻ്റെ സഞ്ചാരപാത എൻ്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞത് അങ്ങനെയാണ്. ജസബൽ എന്ന് പറയുന്ന കഥാപാത്രം ഒരു കൂടിയ പുരുഷനും കുറഞ്ഞ പുരുഷനും തമ്മിലുള്ള യുദ്ധത്തിൽ എപ്പോഴും അതിൻ്റെ ഭാഗമാകുന്ന ഒരു കഥാപാത്രമായതുകൊണ്ട് ഈ കൂടിയ പുരുഷൻ എന്നത് കൂടിയ അധികാരത്തിൻ്റെ ഒരവസ്ഥയാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അവളുടെ പലതരം വിമോചനങ്ങളാണ്, ഓരോ തരം കെട്ടുപാടുകളുടെയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ഈ സമൂഹം നമ്മളെ ഇങ്ങനെ ഒരു തൊടലിട്ട് കെട്ടി അതിൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ എന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ സമൂഹത്തെ നമ്മൾ മതമെന്ന് വിളിച്ചാലും കുടുംബമെന്ന് വിളിച്ചാലും തൊഴിൽ സ്ഥലമെന്ന് വിളിച്ചാലും ഇനി അതിനപ്പുറത്ത് എന്താണ് ഗവൺമെൻറ് എന്ന് വിളിച്ചാലും അതിൻ്റെ അധികാരത്തിൻ്റെ ഒരു കെട്ടുപാടുകൾ ഇല്ലാതാക്കി ഷെയറിങ്ങിൻ്റെ, ഇക്വാളിറ്റിയുടെ, ഒരു അവസര സമത്വത്തിൻ്റെ, വൈകാരികമായ ഒരു പരസ്പര പൂരണത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ജീവിതം തന്നെ എത്ര മനോഹരമായിരിക്കും എന്നുള്ളതാണ് പ്രണയത്തെപ്പറ്റി നമ്മൾ. എന്താ അമലിന് ഇഷ്ടപ്പെട്ടില്ലേ? അമലാകെ വിഷാദഭരിതരായിരിക്കുന്നു. അല്ല, KR മീരയുടെ പുസ്തകങ്ങളിൽ നിന്നും ഞങ്ങളുടെ തലമുറ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ പഠിച്ചെടുക്കുന്നത് ഒരു കാമുകൻ എങ്ങനെ ആയിരിക്കരുത് എന്നാണല്ലോ. അത്തരം പുസ്തകങ്ങൾ വായിക്കുന്ന ഞങ്ങൾ നന്നായില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ഒരു കാമുകൻ എങ്ങനെ ആയിരിക്കരുത് എന്നാണ് ഞങ്ങൾ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുന്നത്. ഇപ്പൊ നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? ഇപ്പൊ നല്ല പ്രണയങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കും അല്ലേ? പക്ഷേ ഈ പ്രേമത്തിന്റെ കാര്യത്തിൽ വളരെയധികം ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ആണോ? എന്നാലും അതല്ല, ഒരു പ്രണയത്തിൽ വിജയിക്കുക എന്നൊന്നില്ല അമൽ. പ്രണയത്തിൽ വിജയവുമില്ല പരാജയവുമില്ല. എന്തുകൊണ്ടാണ് നമ്മളതിനെ ഒരു വലിയ കോമ്പറ്റീഷനായിട്ട് കാണുന്നത്, യൂത്ത് ഫെസ്റ്റിവലിലെ ഒരു ഐറ്റം പോലെ കാണുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പ്രണയം അതിൻ്റെ അനുഭവിക്കലിലൂടെ അറിയേണ്ടതാണ്. ഒരു ഐസ്ക്രീം നുണയുമ്പോഴെന്തിനാണ് നിങ്ങൾ, കോഴ്സ് ഐസ്ക്രീമിൽ കാലറി കൂടുതലാണ്, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കമ്പാനിയൻഷിപ്പാണ് സത്യത്തിൽ നമ്മൾ അറിയേണ്ടതും. അത് അറിയിക്കാൻ, നമ്മളെ അറിയാതിരിക്കാൻ നമ്മുടെ സമൂഹവും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും അനുവദിക്കാതിരിക്കുന്നതും. എനിക്ക് തോന്നുന്നു ധാരാളം നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ടവരും അമലിൻ്റെ മാതാപിതാക്കളുടെ തലമുറയിൽപ്പെട്ടവരും എൻ്റെ മാതാപിതാക്കളുടെ തലമുറയിൽപ്പെട്ടവരും ഒക്കെ അടങ്ങുന്ന ഒരു സദസ്സാണിത്. അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും ഈ ലോകം കാണുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടൊരു ഫ്രീഡത്തിൻ്റെ ഒരു വില അവർ മനസ്സിലാക്കണം. കാരണം സ്വതന്ത്രമായി ജീവിച്ചിരുന്നെങ്കിൽ, സ്വാതന്ത്ര്യത്തിനപ്പുറം മറ്റൊന്നുമില്ല. സ്വാതന്ത്ര്യം തരുന്ന ബന്ധങ്ങളെയാണ് നമ്മളെപ്പോഴും സ്നേഹിക്കുന്നത്. അതിനി കുടുംബമായാലും ശരി, സുഹൃത്തായാലും ശരി, രാഷ്ട്രമായാലും ശരി, കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ജീവിച്ചു തീർക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെ സ്നേഹിക്കും. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീണ്ടും പുസ്തകങ്ങളിലെ പ്രണയത്തെക്കുറിച്ച് പുസ്തകങ്ങളിലൂടെ വരാതെ നിങ്ങളുടെ ജനറേഷനിൽ എങ്ങനെയാണ് പ്രേമിക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ. ചതിച്ചു. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എങ്ങനെയാണ് ഈ ഒരു തലമുറയിലെ ശരിക്കും പ്രണയം ഏറ്റവും മനോഹരമായി അനുഭവിക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു.
ഓഡിയൻസ് പോൾ. ഞങ്ങളുടെ കാലത്ത് വളരെ ഈസി ആയിരുന്നു അത്. നമ്മൾ കാമുകനെ പറ്റി തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. നമ്മളെ സദാ കാമുകനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ പ്രണയം വളരെ മനോഹരമായിരുന്നു. കാമുകന് വേണ്ടി എല്ലാ ത്യാഗങ്ങളും ചെയ്യുക, കാമുകന് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക, കാമുകന് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. ഏതാണ്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ് നമ്മളോടൊക്കെ ആവശ്യപ്പെടുന്നത് പോലെ തന്നെയാണ് അന്നത്തെ കാമുകന്മാരും ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയാത്ത ഒന്നിലും അവരുടെ കാമുകിമാർ ആനന്ദം കണ്ടെത്തുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെ അല്ലാത്ത ഈ അവിഹിതമായ ആനന്ദങ്ങളുള്ള മനുഷ്യർ വളരെ ഒളിച്ചും പതുങ്ങിയും ചതിച്ചും ഒക്കെ വേണമായിരുന്നു ആ ആനന്ദങ്ങൾ കണ്ടെത്താൻ. അതിൽ നീറ് ദഹിച്ചു പോയ ഒരുപാട് കാമുകന്മാരുണ്ട്. എനിക്ക് അവരോട് ആലോചിക്കുമ്പം കുറ്റബോധവും ഉണ്ട്, അവരോട് വലിയ സഹതാപവും ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരോടൊപ്പം ജീവിച്ച സ്ത്രീ കണ്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ വില അവരറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കാണുന്നില്ലേ ചില തേച്ചിട്ട് പോവുക. ഞങ്ങളുടെ കാലത്തൊന്നും അങ്ങനെ തേച്ചിട്ട് പോകുന്നൊന്നുമില്ല. ഞങ്ങളുടെ കാലത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാളെ സ്നേഹിക്കാവൂ, ഒറ്റ ഒരാളെ മാത്രം. ഒരു പുരുഷനെ സ്നേഹിക്കുക, അയാളെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കുക, അയാൾ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും സ്നേഹിച്ചുകൊണ്ടിരിക്കുക, പിന്നെ താലി കെട്ടിക്കഴിഞ്ഞാൽ ആ താലിയെ പറ്റി മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നൊരു കാലം. പിന്നെ ഈ ഒരു പുരുഷൻ്റെ കുട്ടികളെ പ്രസവിച്ച് വളർത്തുന്നതായിരുന്നു ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സായുജ്യം. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഒരു പാഠങ്ങൾ. പക്ഷേ എൻ്റെ മകളുടെ കാലം എത്തിയപ്പോഴേക്കും അത് മാറി. പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് എൻ്റെ വിചാരം എന്താ വെച്ചാൽ, ഒന്നിച്ച ഒരു കോസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ, അത് ഭയങ്കര ഇതായിരുന്നു. ഈ നക്സൽ സംഗതികളിലൊക്കെ വന്നിട്ട് എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഈ ജീവൻ പണയം വെച്ച് ലോകത്തെ നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളോടുള്ള ഒരു സ്നേഹം അങ്ങോട്ട് കൂടിയിട്ട് ഞാനും വിചാരിച്ചു, മറ്റേ ലോകം നന്നാക്കാൻ വേണ്ടി എന്നോടൊപ്പം ജീവൻ ത്യജിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു കാമുകനായിരിക്കണം എൻ്റേതെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് മണ്ടത്തരങ്ങളിലൂടെയാണ് നമ്മൾ പ്രേമിക്കാൻ പഠിച്ചത്. എന്തല്ല പ്രേമം എന്ന് മാത്രമേ ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്താണ് പ്രേമം എന്ന് മനസ്സിലാക്കി തരാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സദാ പ്രേമിച്ചുകൊണ്ടിരിക്കണമെന്ന് ഈ പ്രപഞ്ചം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രേമത്തിനെ പറ്റി പറയുമ്പം നമ്മളെപ്പോഴും ഈ ഒരു പാർട്ട്ണർഷിപ്പ്, കമ്പാനിയൻഷിപ്പിനെ പറ്റി മാത്രമാണ് പറയുന്നത്. എനിക്ക് പേഴ്സണലി സ്നേഹം അല്ലെങ്കിൽ ലവ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര വലിയൊരു കാര്യമാണ് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ഫീമെയിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഇപ്പം വന്ന ആ ഒരു സിസ്റ്റർഹുഡ് ടേം എന്നെ ഏറ്റവും അറിയുന്നത് പോലെ, അതായത് ഇപ്പം നമ്മൾ മാം ഇപ്പം പറഞ്ഞതുപോലെ ഞങ്ങൾക്കിപ്പോൾ കുറേ കൂടെ ഫ്രീഡം ഉണ്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ തന്നെ ഒരു ഡേറ്റ് ചെയ്യാൻ പോകുന്നു, ഞങ്ങളുടെ ടേംസ് പറയാണ്, ഇപ്പോൾ ഡേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ കുറേ പണ്ടത്തെ കേരള മാട്രിമോണിയൊക്കെ ഇപ്പോൾ കുറച്ച് ന്യൂജനായിട്ട് ബംബിൾ, ടിൻഡർ അങ്ങനത്തെയൊക്കെ കുറച്ച് സംഭവങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം, ഞാൻ വളരെ അപ് ടു ഡേറ്റാ. നല്ല കാര്യം ദിലീപേട്ടാ. ഞാനൊരു പഴഞ്ചനാണെന്ന് വിചാരിച്ചിട്ടാണോ പ്രാർത്ഥന എന്നോട് സംസാരിക്കുന്നത്? പ്രണയത്തിന്റെ കാര്യത്തിൽ ഞാൻ അപ് ടു ഡേറ്റ് ആണോ? അപ്പൊ ശരി. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, അപ്പം ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഡേറ്റിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ കുറച്ച് പേർക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യും. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഇപ്പം ഞങ്ങൾ പറയും, ഇൻറ്റ്യൂഷൻ നോക്കൂ, ഇഫ് യു ഫീൽ ദ ഗൈ ഈസ് സേഫ് സംസാരിച്ച് നോക്കൂ. ബട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ മതി, ഞങ്ങളെ ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി, വി ഹാവ് ഗോട്ട് യുവർ ബാക്ക്. എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തരുന്ന ആ ഒരു സേഫ്റ്റി, ആ ഒരു സെക്യൂരിറ്റി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ തരുന്ന ആ ഒരു കംഫർട്ടബിൾ സ്പേസ്, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു പ്രേമത്തിനെ പറ്റി, ലവ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒതുക്കുമ്പം അല്ല, ലവ് എന്ന് പറയുന്നത് പലപ്പോഴും, പ്രണയം എന്ന് പറയുന്നത് നമ്മൾ ശാരീരികമായ ഒരു ബന്ധപ്പെടലിലേക്ക് ഒതുക്കാറുണ്ട്. അതായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലത്തുള്ളത്. നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ വിഷമമായിരുന്നു. കാരണം ഇത് വലിയ പ്രശ്നമാണേ. നിങ്ങൾ ചാരിത്ര്യവതിയായിട്ട് തന്നെ ജീവിക്കണമെന്ന്
സമൂഹം മുഴുവൻ അനുശാസിക്കുകയും അതേസമയം പ്രണയത്തിൽ കാമുകന് വേണ്ടി സ്വയം സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഭയങ്കര കോൺട്രഡിക്ഷനായിരുന്നു. ഇതെങ്ങനെ ഇത് രണ്ടും കൂടെ ചെയ്യാം? ഇങ്ങനെ കേക്ക് തിന്നുകയും വേണം, അത് മുഴുവനോടെ അവശേഷിക്കുകയും വേണമെന്ന് പറഞ്ഞാൽ ഹൗ ടു ഈറ്റ് ദ കേക്ക് ആൻഡ് ഹാവ് ഇറ്റ് ഫുൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞങ്ങളുടെ തലമുറ വളരെ കാലം അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ മകളുടെ തലമുറയൊക്കെ ആയപ്പോഴേക്കും അവരുടെ അടുത്ത് ഞാനൊരു ദിവസം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ കുറഞ്ഞത് 3 പേരെങ്കിലും പ്രേമിച്ചിട്ടേ പിന്നെ ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാവൂ. അപ്പോൾ ഈ പിള്ളേർ ചോദിച്ചു 3 പേരെയോ ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഇനി അധികമായി പോയോന്ന്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ 8ാം ക്ലാസ്സിലേ കഴിഞ്ഞില്ലേ. അപ്പം എനിക്ക് സമാധാനമായി. നിങ്ങളുടെ ജനറേഷൻ, അതായത് എങ്ങനെയാണ് നമ്മൾ ഒരാളെ മാത്രം പ്രേമിച്ചിട്ടും ഒരാളെ മാത്രം അറിഞ്ഞിട്ടും ലോകത്തെ അറിയാൻ സാധിക്കുക എന്ന് അന്നത്തെ കാലത്ത് ആരും നിങ്ങളോട് പറഞ്ഞു തന്നില്ല. നിങ്ങൾ ലോകം അറിയണ്ട, നിങ്ങൾ മനുഷ്യരെ മനസ്സിലാക്കണ്ട, നിങ്ങൾ തനിച്ചായി പോയാൽ നിങ്ങൾ നടുക്കടലിൽ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ച് മാനസികമായി സതി അനുഷ്ഠിച്ചോളൂ എന്ന് പറഞ്ഞ സമൂഹമാണ് നമ്മുടേത്. നമ്മൾ ഈ കാലത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അതാണ്, നിങ്ങളൊരു കാരണവശാലും സതി അനുഷ്ഠിക്കരുത്. സതി അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി ഒരിക്കലും ഇല്ല. ചില സമയത്തൊക്കെ ചില എന്താണ് കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും എന്ന് അല്ല, ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും. ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകൻ്റെ കടമയും കർത്തവ്യവുമാണ്. ആ കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നം. ഇത് തന്നെ നമ്മൾ എത്രയോ കുട്ടികളെ എന്താണ് ഇപ്പോൾ പാർവതി അഭിനയിച്ചൊരു സിനിമ തന്നെയില്ലേ, ആസിഡ് അറ്റാക്കിൻ്റെ ഇത്. പിന്നെ എത്ര പുരുഷന്മാരാണ് ഒരു 40കളിലും 30കളിലും ഒക്കെയുള്ള പുരുഷന്മാർ, എത്രയോ പേരാണ് ഈ ഭാര്യയെ കൊല്ലുന്നത്, ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്നുള്ളതിനെ പറ്റി കൊല്ലുന്നത്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് ഒരു ബന്ധം ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ചാൽ അവൾക്കൊരു ദാമ്പത്യത്തിനകത്തൊരു സേ ഇല്ലാതെ വരുമ്പോഴാണ്, അവൾക്കൊരു സംസാര സ്വാതന്ത്ര്യമോ സഞ്ചാര സ്വാതന്ത്ര്യമോ ചിന്താ സ്വാതന്ത്ര്യമോ ആവിഷ്കാര സ്വാതന്ത്ര്യമോ ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ്. അതിപ്പോൾ രാജ്യത്തിനകത്താണെങ്കിൽ വിപ്ലവം ഉണ്ടാകുന്നത് പോലെ ദാമ്പത്യത്തിനകത്തുണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു ചെറിയ യൂണിറ്റാണ് കുടുംബമെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഭരണഘടന 2 കൂട്ടരും ഒരുപോലെ പാലിച്ചില്ലെങ്കിൽ സംഗതി പൊട്ടിത്തെറിക്കും. എന്താ ഒന്നും മിണ്ടാത്തവരും? ഞങ്ങളുടെ ജനറേഷനിൽ പ്രണയം ഇപ്പോൾ അനന്തമായ സാധ്യതയാണ്, സാഗരം പോലെ. ഞങ്ങളുടെ ജനറേഷനിൽ ഇപ്പോൾ പ്രണയം അനന്തമായ സാധ്യതയാണ്, സാഗരം പോലെ നീണ്ടു കിടക്കുകയാണ്. ആർക്കും അത് 3-ലല്ല 30-ലല്ല, അതങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പക്ഷേ ജന്മം കൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പ്രണയത്തിന് സത്യത്തിൽ ഒരു ലൈസൻസ് ഒക്കെ വേണ്ടതാണ്. അതായത് ഇത്ര വർഷം പ്രണയിക്കുമ്പോൾ അതൊന്ന് പുതുക്കിയെടുക്കാനുള്ള എന്തെങ്കിലും മാർഗം വേണ്ടതാണ്. ദാമ്പത്യത്തിന് വേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു 5 വർഷത്തേക്ക് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ഒരു കരാർ എഴുതി ഒപ്പിടുന്നു. അടുത്ത 5 വർഷം കൂടെ ജീവിക്കണമെങ്കിൽ ഈ കരാറുകളൊക്കെ പരസ്പരം പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം, അല്ലേ? അതൊക്കെ വേണ്ടതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും മുന്നോട്ട് പോയിട്ടും അതൊന്നും ചിന്തിക്കാത്തത്? ഒരു കരാറുണ്ടാകുന്നത് എന്താണ്? അഭിപ്രായം ഞങ്ങളുടെ ജനറേഷനും ഉണ്ട്. എഗ്രിമെന്റ് വെച്ചിട്ട് അല്ലേ, ഇതിൽ ഇന്ന അല്ലേ എഗ്രിമെന്റ്, പക്ഷേ ഏകപക്ഷീയമാവരുത്. ഇല്ല, ഞങ്ങളെല്ലാം എന്താ പറയാ, ഇക്വാലിറ്റി. അതെ, ഗ്രീൻ ഫ്ലാഗ്സ് ആണ്. അതെ, ഞങ്ങളൊക്കെ ഗ്രീൻ ഫ്ലാഗ്സ് ആണ്. അറിയോ ഗ്രീൻ ഫ്ലാഗ്, റെഡ് ഫ്ലാഗ്? പിന്നെ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അപ് ടു ഡേറ്റ് ആണ്. അവിടെയാണ് ഞങ്ങൾ പതറുന്നത്. അറിഞ്ഞില്ല, ഈ ചെറിയ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. വീണ്ടും പുസ്തകത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, എൻ്റെ പുസ്തകങ്ങളെപ്പറ്റി, എൻ്റെ കഥകളെപ്പറ്റി പറയുകയാണെങ്കിൽ ഓരോ കാലത്തും ഞാൻ വച്ചു പുലർത്തിയിരുന്ന പ്രേമത്തെപ്പറ്റിയും സ്ത്രീ പുരുഷ ബന്ധത്തെപ്പറ്റിയുമുള്ള തെറ്റിദ്ധാരണകൾ അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എൻ്റെ യാത്രയുടെ കഥയാണ്, എൻ്റെ മണ്ടത്തരങ്ങളുടെയും കൂടെ കഥയാണ്. ഓരോ കഥ എടുത്ത് വായിച്ചു നോക്കുമ്പോഴും ആ സമയത്ത് പ്രേമം എന്താണ് അല്ലെങ്കിൽ സ്നേഹം എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള എൻ്റെ ഡെഫിനേഷൻ ആയിരിക്കും അതിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഓരോ തവണ
അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഞങ്ങളുടെ ജനറേഷൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞങ്ങൾക്കൊരു സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കുറച്ചധികം ഫേമസ് ആവുന്ന ഒരു സമയമാണ്. ഇപ്പം നമ്മളൊരു ബുക്ക് സ്റ്റോർ അതെന്തുകൊണ്ടാണെന്നറിയോ? ഞങ്ങളുടെ തലമുറയാണ് നിങ്ങളെ അത് പഠിപ്പിച്ചെടുത്തത്. കാരണം നമ്മളത് മനസ്സിലാക്കി, മറ്റുള്ളവരെ സ്നേഹിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഭയങ്കര നഷ്ടക്കച്ചവടമാണ്, ഇനി നമുക്ക് നമ്മളെ സ്നേഹിക്കാതെ നിവർത്തിയില്ല എന്നുള്ളത്. അത് നിങ്ങളുടെ തലമുറയ്ക്ക് ഞങ്ങൾ പകർന്നു തന്നു. ഇപ്പം നിങ്ങൾ അതിൻ്റെ സന്തോഷം മനസ്സിലാക്കുന്നില്ലേ? അവരവരെ സ്നേഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ശക്തി എന്താണെന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ട്രാൻസ്ജെൻഡർ വ്യക്തികളൊക്കെ ഉൾപ്പെടെയുള്ളൊരു സമൂഹം മനസ്സിലാക്കുന്നു എന്നുള്ളിടത്താണ്. അത് മനസ്സിലാകാത്ത ആളുകളാണ് ഈ പെൺകുട്ടികളുടെ നേരെ ആസിഡ് ഒഴിക്കാനും മറ്റേ ദുരഭിമാന കൊലയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെടുന്ന പേരൻസ് പുറപ്പെടുന്നതും ഒക്കെ ചെയ്യുന്നത്. അല്ല, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം നമ്മളൊരു ബുക്ക് സ്റ്റോറിൽ പോയാലും ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു ബുക്സിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്, സെൽഫ് കെയർ എന്ന് പറഞ്ഞിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്നേഹത്തിനെ അല്ലെങ്കിൽ ലവിനെ തന്നെ ക്യാപിറ്റലൈസ് ചെയ്യുക, കമോഡിഫൈഡ് ആക്കുക. അതായത് ഇപ്പം നമുക്ക് സ്വയം സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു 300-400 രൂപയുടെ ഒരു പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ഈ സെൽഫ് കെയർ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഉള്ളതുപോലെ അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് സെൽഫ് ലവ് ഉണ്ടാവൂ. അങ്ങനത്തെ ഒരു ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, അങ്ങനത്തെ ഒരു ക്യാപിറ്റലൈസേഷനിലേക്ക് അല്ലെങ്കിൽ അതിൽ ആ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗമാവുകയാണ് ഞങ്ങളുടെ ഈ ഒരു തലമുറ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത്, പക്ഷെ ഇതൊന്നുമല്ല ശരി. നിങ്ങളുടെ തലമുറ അതിൻ്റെ ഇരകളാകുകയാണെങ്കിൽ ഞങ്ങളുടെ തലമുറ ഇരകളായത് മറ്റേ നേരത്തെ പറഞ്ഞ കുടുംബമാണ് സ്വർഗം, ഭാര്യയാണ് ദേവത എന്ന സങ്കല്പത്തിൻ്റെ ആയിരുന്നു. പൂമുഖവാതുക്കൾ ദീപം കൊളുത്തുന്ന പൂന്നിങ്കളായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെ എന്നതായിരുന്നു നമ്മുടെ അമ്മമാരുടെ തലമുറയും നമ്മുടെ തലമുറയൊക്കെ ചെന്ന്. ഓരോ തവണയും മനുഷ്യർ, അത് സമൂഹം തിരിച്ചറിയാത്തൊരു കാര്യമാണ്, ഏതെങ്കിലുമൊക്കെ തരം മുതലാളിത്ത താല്പര്യങ്ങൾക്ക് ഇരകളായിട്ടാണ് നമ്മുടെ ജീവിത ശൈലികൾ സംവിധാനം ചെയ്യുന്നത്. അത് തിരിച്ചറിയാതെ ഈ ജനക്കൂട്ടം ഏതിൻ്റെ പുറകെ പോകുന്നു, അതിൻ്റെ പുറകെ ആൾക്കൂട്ടം എവിടെയൊക്കെ ഓടുന്നോ അതിൻ്റെ പിന്നാലെ ഓടുന്ന വിഡ്ഢികളായിട്ടാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. ഇനിയെങ്കിലും അതിന് അവസാനം വരുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് ഒരു വലിയ ഒരു സന്തോഷമാണ്. ഞാനൊക്കെ അനുഭവിച്ചാണ് എപ്പോഴാണ് നമ്മളെ സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് നേരത്തെ മനസ്സിലാക്കി. പക്ഷേ മറ്റ് എത്രയോ നേരമെടുക്കും ഒരു സ്ത്രീക്ക് അവളുടേതായ ആവശ്യങ്ങളെന്ത്, ആഗ്രഹങ്ങളെന്ത്, അവൾക്ക് എവിടെയാണ് ഇച്ഛാഭംഗങ്ങൾ സംഭവിച്ചത്, അത് ആരോടാണ് എപ്പോഴാണ് തുറന്ന് പറയേണ്ടത് എന്നൊക്കെ തിരിച്ചറിയാനൊരു ധൈര്യവും അവസരവും ഒക്കെ കിട്ടുമ്പോൾ. മിരേച്ചി നേരത്തെ ദുരഭിമാനക്കൊല എന്നൊരു വേർഡ് മെൻഷൻ ചെയ്തല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് പലപ്പോഴും ജാതിയോ മതമോ നിറമോ പണമൊന്നും മാനദണ്ഡമാവുന്നില്ല. അല്ല, അതിലൊരു പ്രശ്നം ഉണ്ടാമൽ. നിങ്ങളുടെ തലമുറയുടെ ഒരു പ്രശ്നം ഞങ്ങളുടെ തലമുറയ്ക്ക് എന്ന പോലെ ഇന്ത്യൻ സമൂഹം മൊത്തത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നമ്മുടെ ക്ലാസ്സിനെ മാത്രമേ കാണൂ, നമ്മൾ പഠിക്കുന്ന ഒരു ക്ലാസ്, നമ്മുടെ ചുറ്റും ഇരിക്കുന്ന മനുഷ്യർ. പക്ഷേ ഇന്ത്യൻ സമൂഹം അടരായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയും ഇപ്പോഴും നിലനിൽക്കുന്ന അടരുകൾ നമുക്ക് മുകളിലും താഴെയും ഉണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം. പക്ഷേ നമുക്ക് നിങ്ങളുടെ അടരിനെ പറ്റി സംസാരിക്കാം, നിങ്ങളുടെ ഇതിനെപ്പറ്റി സംസാരിക്കാം. നമ്മുടെ ആ ഒരു തലത്തിൽ നിങ്ങൾ ജാതിയും മതവും ഒരു പക്ഷേ ജെൻഡറും ഒരു പക്ഷേ അതിനപ്പുറത്തുള്ള ശരീരത്തിൻ്റെ ഒരു ചട്ടക്കൂടുമൊക്കെ കടന്നു കഴിഞ്ഞ മനുഷ്യരാണ് അല്ലേ? അടുത്തതായിട്ട് എന്തായിരിക്കും നിങ്ങളുടെ ഒരു പ്രണയസങ്കല്പം? തന്നെ ഒതുങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്ക് കൂടുതൽ സ്വതന്ത്രരായിട്ട് പ്രണയിക്കേണ്ടതില്ലേ? പ്രാർത്ഥന പറയുന്നുണ്ട്. എന്താണ് ഈ അമൽ ഇങ്ങനെ എല്ലാം പ്രാർത്ഥനയ്ക്ക് ചെയ്യുന്നത്? ചിന്തിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ ജനിച്ചതൊരു ജെൻസി കിഡായിട്ടാണെങ്കിൽ ഞാൻ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും കുറച്ച് ബാക്കോട്ടാണ്. അതാണ് പ്രശ്നം. ഞാനൊക്കെ ആണെങ്കിൽ അവിടെ ജനിച്ചിട്ട് ഇപ്പോൾ ആൽഫ ബീറ്റ എന്നൊക്കെ പറഞ്ഞ ജനറേഷനിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ജനറേഷനിൽ ജീവിക്കാൻ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കഷ്ടപ്പെട്ട് 10-31 വയസ്സ് മുതൽ ഞാൻ കഥ എഴുതി പ്രസിദ്ധീകരിച്ചത്. എന്നിട്ട് അത് നമ്മൾ ഫോളോ ചെയ്യുന്നതിന്റെ പ്രശ്നം തോന്നുന്നു അല്ലേ? അതെ, അത് ഫോളോ ചെയ്യണമെന്നൊന്നും ഞങ്ങൾ പറയാം. വളർന്നത് ഈ കഥകൾ വായിച്ചിട്ടാണല്ലോ. അപ്പൊ
ഫോളോ ചെയ്യുന്നതും മീരയുടെ പ്രേമമൊക്കെ തന്നെയാണ്. അല്ല, അത് മറികടക്കണ്ടേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഞാനത് മറികടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കുറ്റമൊന്നും എൻ്റെ അടുത്ത് പറയണ്ട. ഞാൻ എഴുതിയ ആദ്യത്തെ കഥയിൽ കുടുങ്ങി കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല. അവസാനത്തെ കഥയിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ ഓക്കെ, ഞാൻ മനസ്സിലാക്കാം. വേറെ തന്നെ ഒരു കാര്യം ചോദിക്കാം. മാറ്റാം. അല്ല, പക്ഷെ എന്നാലും ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടാണെന്നുണ്ടെങ്കിലും, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടാണെങ്കിലും, ഇപ്പം നമ്മൾ ഇപ്പം ചോദിച്ചത് കൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ഈ പ്രേമം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എനിക്ക് ഒത്തിരി ചിന്തിപ്പിച്ചത് ബെൽ ഹുക്സ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയാണ്. എനിക്കറിയില്ല എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന്. ഓൾ അബൌട്ട് ലവ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ ബെൽ ഹുക്സ് തുടക്കത്തിൽ തന്നെ ഒരു വരി പറയുന്നുണ്ട്, ലവ് ഇസ് നോട്ട് എ ഫീലിംഗ്, ലവ് ഇസ് എൻ ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ശരിക്കും സ്നേഹം. എനിക്ക് തോന്നുന്നു അത് എന്തുകൊണ്ടും സത്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അതിന് പിന്നിൽ സ്നേഹം ആണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, സ്നേഹവും അബ്യൂസും ഒരിക്കലും ഒരുമിച്ച് പോവില്ല. സ്നേഹവും ഡോമിനേഷനും ഒരിക്കലും ഒരുമിച്ച് പോവില്ല. സ്നേഹവും പേട്രിയാർക്കിയും ഒരിക്കലും ഒരുമിച്ച് പോവില്ല. കാരണം സ്നേഹം ഈ ഓരോ ബൈനറികളെയും ഓരോ ബൗണ്ടറികളെയും അപ്പുറത്തേക്ക് തന്നെ പോകുന്നതാണ്. കാരണം എല്ലാവരും പറയുന്നല്ലോ, ആഫ്റ്റർ ഓൾ ലവ് ഇസ് ലവ് ആൻഡ് എവ്രിതിങ് ഈസ് പൊളിറ്റിക്കൽ, സോ ഇസ് ലവ്. ലവ് ഇസ് പൊളിറ്റിക്കൽ ആൻഡ് അത് നമ്മൾ എല്ലാം കൊണ്ടും ഈ ഒരു ജനറേഷൻ എനിക്ക് തോന്നുന്നു അത് കുറെ കൂടെ മനസ്സിലാക്കുന്നുമുണ്ട് ആൻഡ് കുറെ കൂടെ ഇൻക്ലൂസീവ് ആവാൻ ശ്രമിക്കുന്നുമുണ്ട്. ആൻഡ് ഇതെൻ്റെ കഥകളിൽ ഞാൻ മലയാളത്തിൽ എഴുതി വെച്ചപ്പോൾ അതിൽ പ്രാർത്ഥനയ്ക്കൊരു വിലയില്ല. ഒരു ഇംഗ്ലീഷുകാരി പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനിച്ചു വളർന്നത് KR മീര. അതാണല്ലോ ഞാൻ പറഞ്ഞത്. KR മീരയുടെ KR മീരയുടെ ഏത് കഥ വായിച്ചിട്ടാണ് പ്രാർത്ഥന വഴിതെറ്റിപ്പോയതെന്ന് പറയൂ. വഴിതെറ്റി പോവാൻ പറ്റില്ലല്ലോ, ആർക്കാണ്? എക്സാക്ട്ലി, അതാണ് 10ൽ 10 മാർക്കും കിട്ടി. പാസ്സായി ഗൈസ്. എനിക്ക് തോന്നുന്നു നമുക്ക് എന്തായാലും ഇവിടെ ഒത്തിരി ജെൻസി, ആൽഫ, ബീറ്റ, ഗാമ എല്ലാവരും തന്നെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഓഡിയൻസിൻ്റെ അടുത്തും കൂടെ ചോദിക്കാം. മൈക്കുകൾ അവിടെ എത്തുന്നതായിരിക്കും, വോളണ്ടിയേഴ്സ് ഉണ്ടാവും, കൈ പൊക്കിയാൽ മതി. ഗുഡ് ഈവനിങ് മാം. എൻ്റെ പേര് ഐശ്വര്യ ശങ്കർ. സോ എനിക്ക് ചോദിക്കാനുള്ളത് 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ ഞങ്ങളുടെ ജനറേഷനിൽ ഒരുപാട് ടേംസ് വരുന്നുണ്ട്. സിറ്റുവേഷൻഷിപ്പ്, ലൂണർഷിപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എനിക്കിത് കേട്ടോടത്തോളം തോന്നിയിട്ടുള്ളത്, അവനവൻ ചെയ്യുന്ന തെറ്റിനെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ ആക്കി കഴിഞ്ഞാൽ അത് തെറ്റല്ലാതെ ആകുക എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് കുറേ കുട്ടികളുടെ ഇടയിൽ വരുന്നുണ്ട്. എൻ്റെ പ്രായത്തിലുള്ളവരുടെ ആണെങ്കിലും എൻ്റെ അനിയത്തിയുടെ പ്രായത്തിലുള്ളവരാണെങ്കിലും വരുന്നുണ്ട്. ഇതിനെപ്പറ്റി മാമിന് എന്താ പറയാനുള്ളത്? തെറ്റുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുകയാണ്, അതെനിക്ക് തെറ്റായിട്ട് തോന്നുന്നത് സൊസൈറ്റിയിലുള്ളവർ അതിനെ ഒരു പൊട്ട രീതിയിൽ കാണുകയാണെങ്കിൽ അത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നാണ് എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അതല്ലേ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സൊസൈറ്റിയാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്, നമ്മുടെ ചിന്തകളെ തീരുമാനിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളെ തീരുമാനിക്കുന്നത്, നമ്മുടെ സ്വപ്നങ്ങളെ തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം എന്താണ്? ജീവിതം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് എന്താണ്? സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടായി മാറിപ്പോകുന്നു. അതാണോ വേണ്ടത്? അതാണോ നാം ജീവിക്കേണ്ട ജീവിതം? അതല്ല നമ്മൾ ജീവിക്കേണ്ടത്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. അത് തിരിച്ചറിയുന്ന ഒരു നിമിഷം മുതൽ പിന്നെ നമ്മളതിൻ്റെ എന്താണ്, നമ്മൾ വിമോചിതരാവുകയാണ് അതിൻ്റെ. ഈ സൊസൈറ്റിയുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സൊസൈറ്റി എല്ലാവരെയും ഇരകളായി നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇതിലാരും സന്തോഷിക്കുന്ന ഇഷ്ടമല്ല. ഇത് ഒരു ഫാഷിസത്തിൻ്റെ ഒരു കുഞ്ഞ് പൊട്ടക്കിണറാണെന്ന് പറയുന്നതിൻ്റെ, മറ്റത് കടലാണെങ്കിൽ ഇത് പൊട്ടക്കിണറാണെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. ആരും സന്തോഷിക്കുന്നത് ഇഷ്ടമല്ലാത്ത, ആരും മനസമാധാനത്തോടെ ഉറങ്ങുന്നത് ഇഷ്ടമല്ലാത്ത ഒരു സംഗതിയാണ് ഈ ഫാഷിസം. കാരണം എല്ലാവരും മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിച്ചമർത്തലിനുള്ള വകുപ്പില്ല. അത് കുടുംബത്തിനകത്തും അങ്ങനെ ആകുമ്പോൾ, 2 പേർക്കിടയിലുള്ള ബന്ധത്തിലും അങ്ങനെ ആകുമ്പോൾ അത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കെണിയാണ്. ആ കെണി തിരിച്ചറിയണം എന്നാണ് നമ്മളെല്ലാവരും, എനിക്ക് മുമ്പേ എഴുതിയവരും എൻ്റെ കൂടെ എഴുതുന്നവരും എനിക്ക് പിന്നാലെ എഴുതുന്നവരും ഒക്കെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്.
അതെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം ആളുകൾ മറന്നു പോകും. പിന്നെ പ്രണയം എന്ന് അപ്പൊ പറയുമ്പോൾ തെറ്റെന്താണ്? തെറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ആ തെറ്റിനെ പറ്റി അറിയാനാണ് എൻ്റെ ഔത്സുക്യം. ഞാൻ തെറ്റെന്ന് മാം ഉദ്ദേശിച്ചത് ഞാൻ ചെയ്തത് തെറ്റാണോ അതോ അല്ലല്ല, നേരത്തെ പറഞ്ഞല്ലോ ഞാൻ തെറ്റാണെന്ന്. തെറ്റ് ചെയ്തതിനെ പറ്റി എന്തോ തെറ്റ് അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും, അതല്ലെങ്കിൽ ഒരു പെണ്ണും ആയിക്കോട്ടെ, ആണും ആരും ആയിക്കോട്ടെ, അവർ തമ്മിൽ ഇപ്പൊ ചെന്ന് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ കാമുകന്മാരാണോ എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർ പറയും അതെ ഞങ്ങൾ കാമുകിമാരാണെന്ന് പറയും. പക്ഷെ ചിലവർ അപ്പോൾ കുറെ വാക്യങ്ങൾ എടുത്തിടാൻ തുടങ്ങും. അല്ല ഞങ്ങൾ കമ്പാനിയൻഷിപ്പാണ്, അല്ലെങ്കിൽ അല്ല ഞങ്ങൾ ജസ്റ്റ് സിറ്റുവേഷൻഷിപ്പാണ്, അല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അല്ല ഐശ്വര്യ, ചിലപ്പോൾ അവർ അങ്ങനെ ആയിരിക്കും. പക്ഷെ അവര് കാമുകന്മാരെന്ന് അവർക്ക് ഡിഫൈൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അവരെ അതിന് നിർബന്ധിക്കുന്നത്? നമുക്ക് രണ്ടുപേരെ കണ്ടാൽ അവർ പ്രേമിക്കുകയാണെന്നും എന്താണ് ഏതോ ഈ യുവാവ് അല്ലെങ്കിൽ യുവതി മറ്റേയാളെ മുതലെടുക്കുകയാണെന്നും ഉള്ളൊരു ധാരണയാണ് ഉള്ളതെന്നുള്ളത് കൊണ്ടായിരിക്കണമല്ലോ നിങ്ങൾ എന്തുകൊണ്ടത് പറയുന്നില്ല എന്ന് ചോദിക്കുന്നത്. ആളുകൾ എന്തെങ്കിലും ചെയ്യട്ടെന്നേ, അവർ പ്രേമിക്കട്ടെ, അവർ സിറ്റുവേഷൻഷിപ്പിൽ നിൽക്കട്ടെ, ലൂണാർഷിപ്പ് അല്ലേ മറ്റത്, അറിയാൻ പാടില്ല, അതിൽ നിൽക്കട്ടെ, എന്ത് പണിയെങ്കിലും കാണിക്കട്ടെ, അവരുടെ ജീവിതമല്ലേ. നമ്മളാകെ ഇത്രയും കാലം, ഈ മനുസ്മൃതിയുടെ കാലം മുതൽ ഇന്ത്യൻ സമൂഹം പുരുഷന്മാരെ സ്ത്രീകളെയും ഇത്രയേറെ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ നാട്ടിലുള്ളത്ര പെൺവാണിഭ കേസുകൾ മറ്റെവിടെയുണ്ട്? വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാൾ പോലും ഒരു കേസിൽ പ്രതിയാകുന്നു എന്നുള്ളൊരവസ്ഥ വരുന്നത് ഏത് സാഹചര്യത്തിലാണ്? എന്ത് തരം മാനസികമായ, സൈക്കോളജിക്കലായ, അല്ലെങ്കിൽ ആരോഗ്യപരമായ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ധാരണാപരമായ പിന്നെ ഒരു സംവിധാനത്തിലാണ് ഈ മനുഷ്യരെല്ലാം ജീവിക്കുന്നത്? അതൊരു ചോദ്യമല്ലേ? അപ്പോൾ ഈ തെറ്റുകൾ എന്ന് പറയുന്നത് പിന്നെയും നമ്മൾ ശരികളായിട്ട് മാറുകയല്ലേ? ഞാൻ പറയുന്നത് ഒരാൺകുട്ടിയും പെൺകുട്ടിയും അടുത്തിരുന്ന് കഴിഞ്ഞാൽ പ്രേമിച്ചോളണം, ഇവർക്കിടയിൽ ഇതല്ലാതെ വേറൊരു ബന്ധം പാടില്ല, അതങ്ങനെ അല്ലെങ്കിൽ അത് മുഴുവൻ ശാസ്ത്രവും തെറ്റാണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല. എല്ലാ സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാരോടും ഒരേപോലെയുള്ള താല്പര്യം തോന്നണമെന്നില്ല, ജസ്റ്റ് ബിക്കോസ് ഹീ ഈസ് എ പുരുഷൻ ഓർ ജസ്റ്റ് ബിക്കോസ് ഷീ ഈസ് എ സ്ത്രീ. പിന്നെ നമ്മളിങ്ങനത്തെ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. ചില ആളുകൾ പറയില്ലേ, ഇപ്പോൾ ചില ലൈംഗിക അതിക്രമികളായ പുരുഷന്മാരെ പറ്റി ഒരു പ്രബലനായ ഒരു പുരുഷൻ ലൈംഗിക അതിക്രമം കാണിച്ചു എന്ന് ഒരു സ്ത്രീ പരാതിപ്പെടുന്നു എന്ന് വിചാരിക്കുക. ഒരു 10 സ്ത്രീകൾ പറയും ഞാനത് വിശ്വസിക്കില്ല, കാരണം അദ്ദേഹം എന്നോട് ഏറ്റവും മാന്യമായിട്ടേ പെരുമാറൂ. എൻ്റെ സഹോദരി, അതാണ് ഇതിൻ്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ നാട്ടിൽ മീഡിയയില്ല, രാഷ്ട്രീയക്കാരില്ല. ഇത്തരം അതിക്രമികൾ എപ്പോഴും അവരുടെ ഇരയെ വളരെ സൂക്ഷ്മമായി, കൂട്ടത്തിൽ ഏറ്റവും ദുർബലയായ, ഒരിക്കലും തിരിഞ്ഞടിക്കാത്ത ഒരാളെ മാത്രമായിരിക്കും കണ്ടുവയ്ക്കുന്നത്. മനസ്സിലായോ? അതുമാത്രമല്ല, ആ സമയത്ത് അവർക്ക് സാക്ഷി പറയാനുള്ള ആളുകളെ അവർ ഒരുക്കി വെച്ചിരിക്കും. അപ്പോൾ ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറുന്ന പുരുഷന്മാർ മറ്റെല്ലാ സ്ത്രീകളോടും മോശമായിട്ട് പെരുമാറണമെന്നേ ഇല്ല. പലപ്പോഴും പുറമേക്ക് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന പുരുഷന്മാരാണ് വീട്ടിൽ സ്വന്തം ഭാര്യയെ എടുത്തിട്ടടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഇങ്ങനത്തെ ജനറലൈസേഷനുകളും ഇങ്ങനത്തെ കുറേ തെറ്റായ ധാരണകളൊക്കെ സമൂഹം പറഞ്ഞു തന്നു വച്ചിട്ടുണ്ട്. അതൊക്കെ മറന്നു കളഞ്ഞ് പുതിയ അൺലേണിങ് ആൻഡ് റീലേണിങ്ങിനുള്ള സമയമാണിതെന്നാണ് എനിക്ക് ജെൻസിയോട് ഓർമ്മിപ്പിക്കാനുള്ളത്. മാം, പിന്നെ ഒരു ചോദ്യം കൂടി. നമുക്ക് പ്രണയം എന്ന് പറയുമ്പോൾ ഈ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ എല്ലാവർക്കും അവസരം കൊടുക്കുക. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അത് അടുത്ത അല്ല, മാമിന്റെ റൈറ്റിംഗിൽ എത്രത്തോളം കമല സുരയ്യ മാമിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്? കാരണം പ്രണയം എന്ന് പറയുമ്പോൾ കമല സുരയ്യ മാം ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആണല്ലോ. അത് എത്രത്തോളം മാമിന്റെ റൈറ്റിംഗിൽ അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാം. തീർച്ചയായിട്ടും അത് ഒരു എന്താണ് തുടക്കമാണ്. ആ വഴി വെട്ടി വന്ന ആളുകളിൽ ഒരാളാണ്
കമലാ സുരയ്യ. കമലാ സുരയ്യ പറഞ്ഞിടത്തു നിന്ന് ജീവിതത്തെ കാണാൻ പരിശീലിപ്പിക്കപ്പെട്ട ജനറേഷനാണ് ഞങ്ങളുടേത്. പക്ഷെ ഞങ്ങളുടെ കാലം എത്തിയപ്പോഴേക്കും കാലം മാറി, ലോകം മാറി. അവിടെ തന്നെ നിന്ന് അതേ കാഴ്ചകൾ കാണാനായിരുന്നില്ല ഞങ്ങൾ നിയുക്തരായത്. ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ ജൻസി, ഇന്നത്തെ ആൽഫാബീറ്റ കുട്ടികളുടെ കണ്ണുകളിലൂടെ വേണം അവരുടെ ലോകവും അവരുടെ സാഹിത്യവും ഉണ്ടാവാൻ. അന്നൊക്കെ ഞങ്ങളുടെ കാലത്തായിരുന്നു സാഹിത്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള ഒരു മാനസിക വികാസം നമുക്കുണ്ടായേ തീരൂ. മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യ സൃഷ്ടിച്ച ഒരു വലിയ വിസ്ഫോടനം, ഈ വിള്ളലുകൾ വീഴുമ്പോൾ അതിലൂടെ പ്രകാശം വരുന്നു എന്ന് പറയുന്ന ഒരു തത്വപ്രകാരം ഒരുപാട് മനസ്സുകളിൽ പ്രകാശം വീഴ്ത്തിയതാണ്. അവരാ സിസ്റ്റത്തെ ഇങ്ങനെ തകർത്തു. നമസ്കാരം, എൻ്റെ പേര് അനുപമ എന്നാണ്. മീരേച്ചി എന്ന് വിളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മീരേച്ചിയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ അതിനകത്തെ ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് പലപ്പോഴും ഇന്നത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് വല്ലാണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെയിൽ ക്യാരക്ടേഴ്സാണ് അതിനകത്ത് കാണാനുള്ളത്. അപ്പോൾ പലപ്പോഴും നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിന്ന് കാര്യമായ മാറ്റം നമ്മുടെ ഇന്നത്തെ കാമുകന്മാർക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ? മീരേച്ചി ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നത്തെ കാലത്തെ കാമുകന്മാർ കുറേ മാറിയിട്ടുണ്ടാവും എന്നൊക്കെ. പക്ഷെ പേഴ്സണലി എനിക്ക് തോന്നുന്നത് അങ്ങനെ വലുതായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അപ്പം കാര്യമായിട്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമാണ് ഈ പുസ്തകത്തിലൂടെയും എഴുത്തിലൂടെയും വായനയിലൂടെയും ഒക്കെയുള്ള ഒരു മാറ്റം വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എങ്ങനെയാണ് മീരേച്ചിക്ക് അതിനെ പറ്റിയിട്ട് ഉള്ള അഭിപ്രായം? ഒരൊറ്റ കാര്യം കൂടെ ചോദിക്കാനുണ്ട്. നമ്മൾ പ്രണയത്തെപ്പറ്റി, മാറുന്ന പ്രണയത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് നമ്മൾ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലേ നമ്മുടെ ഇന്നത്തെ വിവാഹ സങ്കല്പം. അത് എത്രത്തോളം അപരിഷ്കൃതമാണ്, അതിന് മാറ്റം എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളത്. അപ്പോൾ വിവാഹത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്? എൻ്റെ കുടുംബജീവിതം തകർക്കണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? ഞാൻ സത്യം പറയാം, ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഒരിക്കലും കള്ളം പറയാൻ പറ്റുന്ന ഒരാളല്ല. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യന് ഞാൻ എന്തായിരുന്നു, നമ്മുടെ കാമുകന്മാരുടെ മാറ്റം. കാമുകന്മാർക്ക് വലിയ മാറ്റമൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ കടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ശീലിപ്പിച്ചെടുത്ത പാട്രിയാർക്കിയുടെ മൂല്യങ്ങളൊന്നും തന്നെ മാറുന്നില്ല എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും ഒരു വലതുപക്ഷ കാഴ്ചപ്പാടുള്ള ഭരണകൂടം ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും പാട്രിയാർക്കിയുടെ മറ്റ് മൂല്യങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഒളിച്ചും ചതിച്ചും കൂടുതൽ ശക്തിപ്പെടുത്താനേ അവർ ശ്രമിക്കുകയുള്ളൂ. അതാണ് ഞാൻ NDA ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. അത് ബാക്കി എന്തിനെക്കുറിച്ചും ഉള്ള പ്രശ്നത്തിന് അപ്പുറം സ്ത്രീയുടെ അവകാശങ്ങളും സ്ത്രീയുടെ സ്വാതന്ത്ര്യവും ഏറ്റവും കൂടുതൽ ഹനിക്കപ്പെടാൻ പോകുന്നൊരു കാലമാണ് അവർ ഭരിക്കുന്നിടത്തോളം ഉള്ളതെന്നും അത് സാവധാനം അത് വളരെ സ്മഗ്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു എന്താണ് പ്രകടനം മാത്രം, ലക്ഷണം എന്ന് പറയില്ലേ, ശരിക്കുള്ള രോഗത്തിൻ്റെ ലക്ഷണം പോലെയാണ് മറ്റ് കാര്യങ്ങൾ, കമ്മ്യൂണലായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ വരുന്നത്. മിസോജിനിയാണ് ഇതിൻ്റെ ആത്യന്തികമായ ഒരു പ്രശ്നം. അല്ലാതെ വർഗീയതയ്ക്കപ്പുറം ഇത് വരാൻ പോകുന്ന ഏറ്റവും വലിയ ചങ്ങല സ്ത്രീയായി പിറന്ന ആളുകളുടെ മേലായിരിക്കും, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ മേലായിരിക്കും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പാട്രിയാർക്കൽ മൂല്യങ്ങൾ ഇങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ രാജ്യസ്നേഹം എന്ന് പറയുന്ന പാട്രിയോട്ടിസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നതിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് വരുത്തുമ്പോൾ ഇത് രണ്ടും ചേർന്നുണ്ടാക്കുന്ന രാഷ്ട്രീയ അവസ്ഥ വളരെ ഭീകരമാണ്. കാമുകന്മാർ മാറാത്തത് ഈ പറഞ്ഞ പാട്രിയാർക്കി മാറാത്തതുകൊണ്ടാണ്. പാട്രിയാർക്കി മാറാത്തത് ഈ പാട്രിയോട്ടിസം സംബന്ധിച്ച നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറാത്തത് കൊണ്ടാണ്. ഓക്കെ, ഇനി ഒറ്റ സ്പീഷീസായിട്ട് മനുഷ്യരെ കാണുന്ന ഒരു കാലം, അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് വരുന്നത് വരെ പാട്രിയാർക്കി മാറാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ പാട്രിയാർക്കിയെ നിലനിർത്തുന്ന ഒരു വലിയ ഘടകം ജാതിയാണ് ഇന്ത്യൻ സമൂഹത്തിൽ. അത് മാറണമെങ്കിൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുക തന്നെ വേണം, സ്ത്രീയുടെ സ്വാതന്ത്ര്യം നടപ്പാകുക തന്നെ വേണം. സ്ത്രീക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്ത്രീക്ക് ഇണയെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്ത്രീക്ക് ആരുടെ കുട്ടിയെ പ്രസവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്ത്രീ അവളുടെ വസ്ത്രം എങ്ങനെ ധരിക്കണമെന്ന സ്വാതന്ത്ര്യം, സ്ത്രീ ആർക്ക് വേണ്ടി ജോലി ചെയ്യണമെന്നുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ വരുന്നൊരു സമയത്ത് മാത്രമേ ഇത് നമുക്ക് സ്ത്രീയുടെ
പരമമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലൂടെ മാത്രമേ ആത്യന്തികമായിട്ട് ഫാഷിസം എന്ന വലിയ ഭൂതത്തെ ഓടിക്കാൻ സാധിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കാമുകന്മാർ മാറേണ്ടത് ഫാഷിസം ഒഴിവായിട്ടല്ല, മറിച്ച് കാമുകന്മാർ മാറിത്തുടങ്ങുമ്പോഴാണ് ഫാഷിസം ഒഴിവായി തുടങ്ങുന്നത്. പക്ഷെ അവർ മാറിത്തുടങ്ങും. കാരണം കാമുകിമാർ ഒരുപാട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി കാമുകന്മാർക്ക് മാറാതിരിക്കാൻ സാധ്യമല്ല. അവിടെയാണ് നമ്മൾ സ്ത്രീകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൻ്റെ, സ്ത്രീകളെ എംപവർ ചെയ്യുന്നതിൻ്റെ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക്, ക്വയർ വ്യക്തികൾക്ക് ധൈര്യവും പിന്തുണയും കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത നിൽക്കുന്നത്. അവർ മാറിക്കൊണ്ടേയിരുന്നാൽ എത്രയൊക്കെ വലിയ മലയാണ് അപ്പുറത്തെന്ന് പറഞ്ഞാലും അത് ഇളകുക തന്നെ ചെയ്യും. അതിനുള്ളൊരു ശക്തി പെൺകുട്ടികൾക്ക് ജെൻസിയിലായാലും മറ്റേ എന്താണ് ആൽഫ ആയാലും ബീറ്റ ആയാലും ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് എഴുത്തുകാരി എന്ന നിലയിലും ഒരു പൗരൻ എന്ന നിലയിലും ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ദാമ്പത്യത്തെ പറ്റിയുള്ള പ്രശ്നം, ദാമ്പത്യം, വിവാഹ ബന്ധം, വിവാഹത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, ഇതൊക്കെ കാലാനുസൃതമായിട്ട് മാറേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയിലുള്ള വിവാഹ ബന്ധങ്ങൾ ഇതൊരു കാഴ്ചക്ക് സ്പെക്ടാക്കുലറാണ് കേട്ടോ. ഈ മറ്റേ മണ്ഡപം, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്, ചടങ്ങ്, അനുഷ്ഠാനം, ഇത് മനുഷ്യരുടെ ആദിമ ഗോത്ര സംസ്കൃതി കാലം മുതൽ നമ്മുടെ മനസ്സിലുള്ള, നമുക്കെല്ലാം സ്പെക്ടക്കിൾസ് ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളതെല്ലാം എൻജോയ് ചെയ്യുകയും അതിനെ പിന്തുടരുകയും ചെയ്യും. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഇതിൻ്റെ യഥാർത്ഥമായ കമ്പാനിയൻഷിപ്പിൻ്റെ, ഒരാളിനോടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ, ആ ആളിൻ്റെ വ്യക്തിത്വം മറ്റേ ആളിൻ്റെ വ്യക്തിത്വത്തെ പൂരിപ്പിക്കുന്നു, അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നു. രണ്ട് മനുഷ്യർക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള ഒരിടമാണ് വീട് എന്ന് സ്ഥാപിക്കുന്ന കാലത്ത് മാത്രമേ വരൂ. അപ്പോൾ അതിന് കാലാനുസൃതമായ മാറ്റം കൂടിയേ തീരൂ. എൻ്റെ അഭിപ്രായത്തിൽ നേരത്തെ പ്രേമത്തിനെന്ന പോലെ ദാമ്പത്യത്തിന് ഒരു ലൈസൻസും ഒരു കരാർ തീയതിയൊക്കെ വേണ്ടതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് പുതുക്കുകയും വേണം. അത് സ്ത്രീക്ക് പുതുക്കാൻ താല്പര്യമില്ലെങ്കിൽ ആസിഡ് ഒഴിക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാവരുത്. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ വിചാരിക്കുന്നതേ, നമ്മുടെ ഈ വിവാഹ ആലോചനകളുടെ ഒരു കാലം തന്നെ, അത് തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ എന്തുകൊണ്ടാണ് ഈ സ്നേഹമുള്ള അച്ഛനും അമ്മയും ശ്രമിക്കാത്തതെന്നുള്ളത് എനിക്കൊരു വലിയ വിഷമമാണ്. അതായത് ഇപ്പോഴും നമ്മൾ പെൺകുട്ടി താൻ താമസിക്കാൻ പോകുന്ന വീട് കാണുന്നതേ ഇല്ല. പെണ്ണ് കാണുന്നതിന് പകരം ശരിക്കും പെൺകുട്ടിയാണ് ആദ്യം ആ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത്, അല്ലേ? ഞാൻ താമസിക്കാൻ പോകുന്ന വീട് എനിക്ക് കാണണമെന്ന് പറയാൻ ധൈര്യം പെൺകുട്ടികൾ കാണിച്ചേ തീരൂ. ഞാൻ അവിടെ പോയി നോക്കട്ടെ. എൻ്റെ അനിയത്തി പറയുമായിരുന്നു, ഞാൻ ആ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ വീട് പോയി നോക്കിയിട്ട് അവിടെ നല്ല തോർത്തുണ്ടോ എന്ന് നോക്കിയിട്ടേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് അന്ന് അവൾ പറയുമായിരുന്നു. അങ്ങനെ ചിന്തിച്ച ഒരുപാട് സ്ത്രീകളുണ്ടെങ്കിലും, അങ്ങനെ ആഗ്രഹിച്ചവരുണ്ടെങ്കിലും അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ എൻ്റെ മകളോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ള, അവൾ പക്ഷേ അതൊന്നും വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ലെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കാര്യം നടന്നു. ഒന്ന്, ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളതൊരു സ്ത്രീയുടെ പ്രധാനപ്പെട്ട കാര്യം. എനിക്കത് പഠിക്കാൻ പറ്റില്ല. ഞാൻ സ്കൂട്ടർ ഓടിക്കുമെങ്കിലും 4 വീലർ ഓടിക്കാൻ പഠിച്ചില്ല. ഡ്രൈവിങ് ഒരു ബേസിക് സ്കില്ലാണ്, നീന്തൽ ഒരു ബേസിക് സ്കില്ലാണ്. പിന്നെ ബേസിക് സ്കിൽ പണം എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്നറിയുകയാണ്. സ്വന്തമായി ഒരു വീടുണ്ടാവുമ്പോഴേ ഒരു സ്ത്രീ കല്യാണം കഴിക്കാവൂ. വല്ലവരുടെ വീട്ടിൽ പോയി താമസിക്കരുത്. ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. ആ രീതിയിൽ വിവാഹത്തിൻ്റെ സമ്പ്രദായം ഉടച്ചു വാർത്താൽ തന്നെ സ്ത്രീയുടെ, ഇപ്പോൾ റേഷൻ കാർഡൊക്കെ നമ്മുടെ പേരിലുണ്ടെങ്കിലും നമ്മൾ റേഷൻ വാങ്ങിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ മറ്റേ ആൾ പട്ടിണി കിടക്കുമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ എൻ്റെ ഒരു വൈൽഡ് ഇമാജിനേഷൻ്റെ ഭാഗമാണ്. ഹലോ, പിന്നെ മീര, ഞാൻ നിങ്ങളെക്കാൾ സീനിയറാണ്, അതുകൊണ്ട് എനിക്ക് മീര എന്ന് വിളിക്കാം. കേട്ടില്ല. ഞാൻ മീര എന്ന് നിങ്ങളെ വിളിക്കാം. ഞാൻ ബിക്കോസ് ഐ ആം സീനിയർ ടു യു, ദാറ്റ് ഈസ് വാട്ട് ഐ ആം ടെല്ലിങ്. അതുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിലും എന്നെ മീര എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ഈ ചർച്ചാ വിഷയം വളരെ രസമായ വിഷയത്തിങ്ങനെ പോകുമ്പോൾ അത് പൂർണ്ണമാവണം എന്നുണ്ടെങ്കിൽ ഇത് ലവ് ആൻഡ് ഏജും ലവും തമ്മിൽ ഒരു റിലേഷൻ എങ്ങനെയാണ് നമ്മൾ കോറിലേറ്റ് ചെയ്യുക? ലവും ഏജും പേഴ്സൺസ്, ഹൂവർ ദ പേഴ്സൺസ് ഇൻവോൾവ്, അവരുടെ ഏജ് ഒരു ഫാക്ടറാണ് എന്നാണ് ഞാൻ പറയണത്. ഉദാഹരണത്തിന് സീനിയർ സിറ്റിസൺസ് ആണെന്ന് വിചാരിക്കുക, സീനിയർ ആണോ ഓൾഡ് ഏജ്ഡ് ആണോ എന്നുള്ളത് കൊണ്ട് ആർ ദേ എക്സ്പെക്റ്റഡ് ടു ഡിനേ ദ ഫ്രൂട്ട്സ് ഓഫ് ലവ്? അങ്ങനെയുണ്ടോ?
പക്ഷേ അങ്ങനെ ഒരു ഒന്നും മിനിറ്റ് പറഞ്ഞില്ലല്ലോ. ഒരു മിനിറ്റ് അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല. അപ്പോൾ അത് ഒരു കാര്യം. അതുപോലെ ഇപ്പോൾ മാഡം പറഞ്ഞു വേറൊരു കാര്യം, ഇപ്പോഴത്തെ യങ് ജനറേഷനിലെ ലവേഴ്സൊക്കെ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ടിലാണ് നിങ്ങൾ മെൻഷൻ ചെയ്തത്. അതേ വാസ്തവത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹെറാർക്കി പണ്ടത്തെ അതേ തന്നെ ഒരു വേറൊരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്നല്ലാതെ ഒരു ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ഉണ്ട് എന്ന് എനിക്ക് ഒരു ഒബ്സർവർ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം മാഡം പറഞ്ഞ ആ കാര്യം, ഇപ്പം നമ്മൾ മാധവിക്കുട്ടിയെ പറ്റിയിട്ട് പുതിയ ജനറേഷൻ ഒരു പരിധി വരെ ഐഡിയ ഉണ്ടാവാം. അതിനു മുമ്പ് ഒരു കെ സരസ്വതി അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റർ ഉണ്ടായിരുന്നു, മാഡത്തിന് അറിയാമായിരിക്കും. തീർച്ചയായിട്ടും. അതെ, വാസ്തവത്തിൽ പറഞ്ഞാൽ ഷീ വാസ് ദ പയനിയറിംഗ് റൈറ്റർ ഹൂ ആക്ച്വലി ഫൗട്ട് അഗൻസ്റ്റ് ദി മെയിൽ ഡോമിനൻസ് ആൻഡ് മെയിൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഓൾ അതർ തിങ്സ്. ഈ കാര്യം വാസ്തവത്തിൽ പറഞ്ഞ പുതിയ തലമുറയ്ക്ക് പലർക്കും അറിയില്ലയോ എന്ന് എനിക്കൊരു ധാരണ കൂടിയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 2-3 കാര്യങ്ങൾ ഇത്തിരി കോംപ്ലക്സ് ആയിട്ട് പറഞ്ഞു, ക്ഷമിക്കുക. സാധാരണ രീതിയിൽ സാറ് എൻ്റെ സീനിയറാണെന്ന് പറഞ്ഞതുകൊണ്ട് പറയാണ്, ഇത്രയും വിനയമൊന്നും ഈ പ്രായത്തിലുള്ളവർക്ക് കാണാറില്ല. അതുകൊണ്ട് അതിന് ആദ്യം നന്ദി പറയുന്നു. ഹലോ, നമ്മുടെ ചെറിയൊരു ഡൗട്ടാണ്. ഇതിനു മുമ്പ് ഞാൻ ഹാരിസ്, നമ്മുടെ ക്യാമ്പസിൽ കലാലയം മലയാളം കമ എന്ന് പറയുന്നൊരു സാഹിത്യ കൂട്ടായ്മയുണ്ട്, കമ. അപ്പോൾ അതിൻ്റെ പ്രതിനിധിയായിട്ട് വന്നതാണ്. അതായത് നമ്മുടെ സോഷ്യൽ കൺസെൻസസ് ആയിരുന്നല്ലോ പണ്ട് കാലത്ത് പല കാര്യങ്ങളും പലരും ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് സമൂഹം എങ്ങനെ കരുതും എന്നുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി ഇന്നത്തെ കാലത്ത് ഇൻഡിവിജ്വൽ കൺസെൻസിലേക്ക് വന്നു. അതായത് സമൂഹം എന്ത് ചിന്തിച്ചാലും എനിക്ക് മറ്റേ ആളുടെ കൺസെൻസ് ഉണ്ട്, മറ്റേ ലോസ് അതുപോലെ തന്നെ സൊസൈറ്റി സോഷ്യൽ നോംസ് എന്നുള്ളത് മാറിയിട്ട് ആ സോഷ്യൽ കൺസെൻസിന് പകരം ഇൻഡിവിജ്വൽ കൺസെൻസസ് എന്നുള്ളതിലേക്ക് വന്നത് അത് സത്യത്തിൽ മൂല്യത്തിൽ വന്ന ഒരു ച്യുതിയായിട്ടാണോ അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആയിട്ടാണോ കാണുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഞങ്ങൾ മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന കവിയുടെ കവിത ചൊല്ലാറുണ്ടായിരുന്നു. മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്നൊരു കവിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രേണുക എന്ന് പറയുന്നൊരു കവിതയിൽ പിരിയുന്നു രേണുകയെ നാം 2 പുഴകളായി ഒഴുകി അകലുന്നു നാം പ്രണയശൂന്യം എന്ന് ഞാൻ പാടിയപ്പോൾ എൻ്റെ വൈഫ് ഇവിടെ തന്നെ ഉണ്ട്. അവൾ ഒരു മിനിറ്റ് നിർത്ത്, പ്രണയപൂർവ്വം എന്നാണെങ്കിൽ എനിക്ക് വല്ലാതൊരു സന്തോഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇൻ ബിറ്റ്വീൻ കൺഫ്യൂഷനാണ്. അപ്പോൾ പിരിയുന്നു രേണുകയെ നാം 2 പുഴകളായി ഒഴുകി അകലുന്നു നാം പ്രണയശൂന്യം. അന്നൊരു ഒഴുകി അകലുന്നത് ഇപ്പോൾ പ്രണയം പോകുന്നു എന്ന് ഒരു എഴുത്തുകാരൻ എഴുതി വെച്ചാൽ അതൊക്കെ തന്നെയല്ലേ ഈ പുതിയ തലമുറനെ സത്യത്തിൽ എഴുത്തുകാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ള ആസിഡ് അറ്റാക്കും കാര്യങ്ങളും. ഈ 2 കാര്യങ്ങളാണ്. ഒന്ന് സോഷ്യൽ കൺസെൻസ് ഇൻഡിവിജ്വൽ കൺസെൻസ് ആയതിൻ്റെ മൂല്യച്യുതിയാണോ എന്നുള്ളത്. രണ്ടാമത് ഈ ഒരു ലിറിക്സ്. അല്ല, എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, സോഷ്യൽ കോസ് എന്ന് പറയുന്ന ഒരു സംഗതി സാറിൻ്റെ ജീവിതത്തിൽ സാറ് യുദ്ധം ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ കോസ് എന്താണ്? കോസ് എന്നല്ല ഉദ്ദേശിച്ചത്, ഞാൻ പറഞ്ഞ കൺസെൻസ് എന്നാണ്. കൺസെൻസസ്. അതായത് അതെങ്ങനെയാണ് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു കോൺസെൻസസ് ഒരു സോഷ്യൽ കാര്യങ്ങളിൽ ഉണ്ടാവുക? അങ്ങനെ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രദേശം ഏതാണ്? ഏതെങ്കിലും ഒരു വിഭാഗം ഏതാണ്? അല്ല, അതായത് കുറച്ച് മുൻപ് സമൂഹത്തിലെ ചില നിയമങ്ങൾ അല്ലെങ്കിൽ കാരണവര് അല്ലെങ്കിൽ അത് തന്നെയാണ് പറയുന്നത്. ആ കാരണവരുണ്ടായിരുന്ന കാലത്ത് നല്ലതായിരുന്നു. അല്ലല്ല, അതിന് പകരം ഇന്നത്തെ കാലത്ത് 2 കുട്ടികൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ കൺസെൻസ് ആയതുകൊണ്ട് സൊസൈറ്റി എന്ത് ചിന്തിച്ചാലും നമ്മൾ ഇൻഡിവിജ്വൽ കൺസെൻസ് മതി എന്നുള്ള രീതി ഉണ്ടല്ലോ. അത് സത്യത്തിൽ 6 കുട്ടികൾ ഉണ്ടായിരുന്ന സമയത്ത് സാമൂഹിക കൺസേൺ കൂടുതലായിരുന്നു. അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന്. എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ 6 കുട്ടികൾ ഉണ്ടായിരുന്ന കാലത്ത് 6 കുട്ടികളല്ല, അതായത് ഞാൻ പറഞ്ഞ ശബ്ദം അടഞ്ഞോണ്ടേ ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. സോഷ്യൽ കൺസെൻസസ് എന്ന് ഉദ്ദേശിച്ചത് സമൂഹത്തിൻ്റെതായ നിയമങ്ങൾ അല്ലെങ്കിൽ ആ സമൂഹം എന്ന് പറയുന്നത് ഒരു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർവൈലൻസ് ആണ് എന്നുള്ള ഒരു പേടിയിൽ പലരും ചെയ്യാതിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികളോട് പറഞ്ഞാൽ ഞാനും അവളും നിങ്ങൾ തമ്മിൽ കൺസെൻസസിലാണ്. ആ കൺസെൻസസ് ആണ് വേറെ സൊസൈറ്റി. അതിലേതാണ് നല്ലതെന്നല്ലേ ചോദിച്ചത്? അത് വിധിക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കാലമല്ല ഇത്, അന്നത്തെ ജീവിതമല്ല ഇത്, അന്നത്തെ സാധ്യതകളല്ല
ജീവിതത്തിന്. അന്നത്തെ ഭക്ഷണമോ അന്നത്തെ യാത്രാ സൗകര്യമോ അന്നത്തെ ജീവിതോപാധികളോ അല്ല ഇന്ന്. അതുകൊണ്ട് ഏതാണ് നല്ലതെന്ന് വിധിക്കാൻ സാധ്യമല്ല, അത് സാധ്യമേ അല്ല. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു പർട്ടിക്കുലർ സമൂഹത്തിലെ മെമ്പേഴ്സ് എല്ലാവരും അല്ലെങ്കിൽ എത്ര ശതമാനമാണ് സത്യത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത്? അതിൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് എത്രയാണ്? അവരുടെ വിശ്വാസം എത്രയാണ്? അവരുടെ വരുമാനം, അവരുടെ ജീവിതം, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എത്രയാണ്? അതിൽ അവർക്കുള്ള സംതൃപ്തി എത്രയാണ്? ഇത്രയും നിർണ്ണയിക്കാതെ സമൂഹം അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നുള്ളത് കാര്യത്തിൽ മാത്രം നിങ്ങൾ ഇന്ന ആളിനെ കല്യാണം കഴിക്കണം, ഇത്ര വയസ്സിൽ പ്രസവിക്കണം, ഇത്ര കുട്ടികളെ പ്രസവിക്കണം, പിന്നെ നിങ്ങൾ ഇത്ര ഇതിൽ ജോലി കിട്ടണം, ഇത്ര വലിയ വീട് വെക്കണം എന്നൊക്കെ പറയുന്നതല്ലല്ലോ ശരിക്കും നമ്മൾ സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്ന അതാണ്, ഒരു പ്രത്യേക സമൂഹത്തിൽ എല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞ നാളുകൾ ഏതാണ്? എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്നുള്ളത് മാത്രമല്ല, ഞാൻ അമലിനോട് പറഞ്ഞതുപോലെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾ എന്നുള്ളത് മാത്രമല്ല, പലതരം സ്കൂളുകളിൽ പലതരം ക്ലാസ്സുകളിൽ പഠിക്കുന്ന വലിയൊരു സമൂഹത്തിലെ അംഗങ്ങൾ. അതാണ് ഒരു സമൂഹം പറയുന്നത് അനുസരിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കാനുള്ള ഒരു ടച്ച് സ്റ്റോൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ഷമിക്കണം. ഹലോ മാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ചോദിച്ചു? മാം, എൻ്റെ പേര് പർവീൻ ആസാദ് എന്നാണ്. ഞാനൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് മാം. ഈ ഒരു കാലത്ത് പോളിഗമി ആയിട്ടുള്ള ഒരു പാർട്ട്ണറിൻ്റെ കൂടെ ഒരു മോണോഗമി ആയിട്ടുള്ള ഒരു പാർട്ട്ണർ, അപ്പം ഇത് എത്രത്തോളം പോസിബിൾ ആണ്? ഈ ലൈംഗിക അസൂയ ഈ കാര്യങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് വരിക, അല്ലെങ്കിൽ വൈകാരികമായ പക്വത നമ്മൾ ഇതിൽ എടുക്കുക, ഇമോഷണൽ ഇൻ്റലിജൻസ് പോസിബിൾ ആക്കുക, ഇത് എത്രത്തോളം ഇത് സാധിക്കും നമ്മളുടെ ഈ ജനറേഷൻ? ഇപ്പം എനിക്ക് സാധിച്ചേക്കാം, പക്ഷെ അത് എത്രത്തോളം, അത് മാമിൻ്റെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? മാം ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുണ്ടോ? പോളിഗമിയാണോ ഉദ്ദേശിക്കുന്നത്? ഓഫ് കോഴ്സ് അതെ, പോളിഗമിയിലൊക്കെ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ അത് എല്ലാവർക്കും കൊണ്ടു നടക്കാൻ എളുപ്പമല്ല. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇത് വ്യക്തികളെ ആശ്രയിച്ചിട്ടാണ്. ഒരാളും ഇന്ന രീതിയിൽ ജീവിക്കണമെന്ന് വേറൊരാൾക്ക് ഉപദേശം കൊടുക്കാനൊന്നും സാധ്യമല്ല, അത് ശരിയാവുകയുമില്ല. അങ്ങനത്തെ ഉപദേശങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ എടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇത് ഒരാവാസ വ്യവസ്ഥയിൽ നമ്മളെങ്ങനെ കാട്ടിൽ നോക്കുമ്പോൾ എന്തെല്ലാം തരം ചെടികളുണ്ട്, എന്തെല്ലാം ഫ്ലോറ ഫോണ എന്തെല്ലാം ഉണ്ട് എന്ന് തോന്നുന്നത് പോലെ മനുഷ്യർക്കിടയിലും അത്ര തന്നെ വ്യത്യസ്തമായ അഭിരുചികളും ആഗ്രഹങ്ങളും ഉള്ള മനുഷ്യരുണ്ടാവും. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ മറ്റൊരാളെ ദ്രോഹിക്കാത്തതും മറ്റൊരാൾക്ക് മാനസികമായോ ശാരീരികമായോ വൈകാരികമായോ സാമ്പത്തികമായോ രാഷ്ട്രീയമായോ മുറിപ്പാടുകൾ ഉണ്ടാക്കാത്തതുമായ ജീവിതം ആർക്ക് ജീവിക്കുന്നതിലും നമുക്ക് എതിർപ്പ് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് പോളിഗാമി മോശമാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പ്രയാസമാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വലുത് ഭയങ്കരമാണ്. അപ്പോൾ ഒരു സമയത്ത് ഒരാളിനെ മാത്രം പ്രേമിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നിരന്തരം പ്രേമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, സോറി, സമയം തീരാറായതുകൊണ്ടും തീർന്നു. ഓക്കെ, അപ്പം മീര മാം ഇവിടെയൊക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യം കൊണ്ട് മാമിൻ്റെ അടുത്തേക്ക് ചെല്ലാം. മാം വിൽ ബി മോർ ദൻ ഹാപ്പി ടു ഹെൽപ്പ് യു. ഒരു മിനിറ്റും കൂടെ ഉണ്ട്, ഒരു ചോദ്യത്തിനും കൂടെ ഒരു ചോദ്യം. ചേച്ചി, കഴിഞ്ഞ തവണ ഞാൻ പെട്ടെന്ന് തരാൻ സമയമില്ല. അപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ പ്രണയത്തെ പറ്റി പറഞ്ഞപ്പം ചേച്ചിയുടെ പുസ്തകങ്ങളിൽ പുരുഷന്മാരൊക്കെ വില്ലന്മാരും അതുപോലെ ക്രൂരന്മാരുമാണ്. അപ്പം നമ്മൾ പ്രണയത്തെ പറ്റി ഇപ്പോൾ പറയുമ്പോൾ കാമുകന്മാർ മാറണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇപ്പോൾ അടുത്ത് കാണുമ്പോൾ ഗ്രീഷ്മയെ പോലത്തെ കാമുകിമാരും ഉണ്ട്. അപ്പോൾ ചേച്ചി ഈ ബുക്സ് പറയുന്ന ഈ സംഭവം ഉണ്ട്, അതായത് ഈ പുരുഷന്മാരെല്ലാം അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യനിൽ ചേച്ചിയോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ചേച്ചി അതിന് പറഞ്ഞൊരു ആൻസർ എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ട പുരുഷന്മാരെല്ലാം ക്രൂരന്മാരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അതെ ക്രൂരന്മാരായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ KLF-ൽ ചേച്ചി അതായത് മറുപടി ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാധനം ഈ ചേച്ചിയുടെ ബുക്കുകളിൽ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ ഇപ്പോൾ ക്ലിയർ ആവുന്നില്ല ആണോ? അതായത്
ഈ പ്രണയത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ കാമുകന്മാർ മാറണം എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിലവിൽ ഗ്രീഷ്മയെ പോലെ കാമുകിമാരും ഉള്ളൊരു സാഹചര്യത്തിൽ ചേച്ചിയുടെ പുസ്തകങ്ങളിൽ കാമുകന്മാർ, അതായത് പുരുഷന്മാർ വില്ലന്മാരും ക്രൂരന്മാരുമാണ് അധിക പുസ്തകങ്ങളിലും. അപ്പോൾ ഈ ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. ഇപ്പം അവിടെ മോഡറേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ അവരൊക്കെ വളർന്നത് തന്നെ ചേച്ചിയുടെ പുസ്തകത്തിലൂടെയാണ് വളർന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിലൂടെ അപ്പോൾ ഇതിലൂടെ പുറത്ത് വരുന്നൊരു ഒരു സംഭവം എന്ന് വെച്ചാൽ എല്ലാ കാമുകന്മാരും ക്രൂരന്മാരാണെന്നുള്ള സാധനം വരുന്നത്. അപ്പോൾ അതിനെ ചേച്ചി എങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? എല്ലാ സ്ത്രീകളും നല്ലവരാണെങ്കിൽ എല്ലാ കാമുകന്മാരും ക്രൂരന്മാരാണ്. എല്ലാ കാമുകന്മാരും നല്ലവരാണെങ്കിൽ എല്ലാ സ്ത്രീകളും ക്രൂരകളാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പം നമുക്ക് നാളത്തെ സെഷനിൽ വാ, നമുക്ക് ഇതിന് മറുപടി പറയാം. ശരി.